സീസണിന്റെ അഭിമാന പോരാട്ടത്തിനാണ് ലക്നൗ സൂപ്പർ ജയൻസ് അവസാന മത്സരത്തിനായി ഇറങ്ങിയത്. പോയിന്റ് പട്ടികയിൽ കാര്യമായ നേട്ടങ്ങളൊന്നുമില്ലാതെ 7ാം സ്ഥാനത്താണ് ലക്നൗ ഫിനിഷ് ചെയ്തത്. 14 മത്സരങ്ങൾ അവസാനിച്ചപ്പോൾ 6 വിജയവും 8 തോൽവിയുമാണ് ലക്നൌവിനുണ്ടായത്. സീസണിന്റെ ഇടയ്ക്ക് വെച്ച് ലക്നൗ അനായാസം പ്ലേ ഓഫ് ഉറപ്പിക്കുമെന്നാണ് ഏവരും വിചാരിച്ചിരുന്നത്. എന്നാൽ അവസാന 6 മത്സരങ്ങളിൽ നിന്ന് 5 തോൽവികളാണ് ലക്നൗ നേരിട്ടത്. അതിൽ തുടർച്ചയായിട്ടുള്ള 4 തോൽവികൾ ലക്നൌവിനെ പ്രതികൂലമായി ബാധിച്ചു എന്ന് പറയേണ്ടി വരും. ഋഷഭ് പന്തിന്റെ മോശം ഫോമാണ് പലരും എടുത്തു പറയുന്നതെങ്കിലും ഒരു സീനിയർ ബോളർ ഇല്ലാതിരുന്നത് ലക്നൌവിനെ പല മത്സരങ്ങളിലും സമ്മർദ്ദത്തിലാക്കി. എന്നാൽ അവസാന മത്സരത്തിലും അതേ ദൗർബല്യം തന്നെയാണ് ലക്നൌവിനെ പരാജയത്തിലേക്ക് എത്തിച്ചത്. റെക്കോർഡ് ടോട്ടലായ 227 റൺസ് നേടിയിട്ടും RCB അനായാസം അത് ചേസ് ചെയ്തു എന്നുള്ളതും ലക്നൌവിൻ്റെ ബോളിംഗ് എത്രത്തോളം വീക്കാണെന്ന് എടുത്തു കാണിക്കുന്നവയായിരുന്നു. മികച്ച യുവതാരങ്ങളുണ്ടെങ്കിലും അവരെ ഒരു കുടൽക്കീഴിൽ കൊണ്ടുവരാൻ കഴിയുന്ന സീനിയർ ബോളർ ഇല്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ഷർദുൽ താക്കൂർ ഒരു പരിധിവരെ അതിന് വിജയിച്ചിരുന്നുവെങ്കിലും ഷർദുൽ പിന്നീട് പ്ലേയിങ് ലെവലിൽ അവസരം ലഭിച്ചില്ല. അതേസമയം പകരമെത്തിയ താരങ്ങളെല്ലാം അവിടെ പ്രകടനം കൊണ്ട് വിസ്മയിപ്പിച്ചെങ്കിലും ദിഗ്വേഷ് റാട്ടിയോളം ഇമ്പാക്ട് മറ്റൊരു താരത്തിനും ഉണ്ടാക്കാനും സാധിച്ചില്ല. എന്നാൽ RCB മത്സരത്തിൽ സംഗതി വേറെ രീതിയിലാണ് അവസാനിച്ചത്. മോശം ഫീൽഡിങ്ങിന്റെ പേരിലാണ് ലക്നൗ സൂപ്പർ ജയൻസ് പരാജയപ്പെട്ടത്. ഏകദേശം 20 മുതൽ 30 റൺസ് വരെ ലക്നൗ മോശം ഫീൽഡിങ്ങിലൂടെ വഴങ്ങി. അക്ഷരാർത്ഥത്തിൽ തോൽവിയിലേക്ക് നയിച്ചതും അത് തന്നെയാണ്. അതിനിടെ ജിതേഷ് ശർമ്മയുടെ വിക്കറ്റും LST കരസ്ഥമാക്കിയിരുന്നു. എന്നാൽ റീപ്ലേകളിൽ അത് നോബോൾ എന്ന് വ്യക്തമായതോടുകൂടിയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി പരുങ്ങല്ലായത്. മത്സരത്തിന്റെ 16ാം ഓവറിലാണ് സംഭവം ഉണ്ടായത്. പന്തെറിഞ്ഞത് ദിഗ്വേഷ് റാട്ടിയാണ്. ആ ഓവറിന്റെ ആദ്യ പന്തിൽ അതിമനോഹരമായ ക്യാച്ചിലൂടെ ജിതേഷ് ശർമ്മ പുറത്തായതാണ്. എന്നാൽ റീപ്ലേകളിൽ അത് ബാക്ക് ഫുഡ് നോബോളായി മാറുകയും ചെയ്തു. ദിഗ്വേഷ് റാട്ടി ഒരുപാട് നിരാശ പ്രകടിപ്പിച്ച സമയമായിരുന്നു അത്. അടുത്തത് മാൻഗാർഡിങ്ങിലൂടെ ദിഗ്വേഷ് റാട്ടി തന്നെ ജിതേഷിനെ പുറത്താക്കാൻ ശ്രമിച്ചെങ്കിലും ഋഷഭ് പന്ത് അത് അപ്പീൽ ചെയ്തില്ല. അങ്ങനെ ഒരുപാട് സംഭവ വികാസങ്ങൾക്ക് ഒടുവിലാണ് ജിതേഷ് ശർമ്മ അതിഗംഭീര ഇന്നിങ്സ് കാഴ്ചവെച്ചത്. മത്സരത്തിൽ ലക്നൗ പരാജയപ്പെടാനുള്ള കാരണങ്ങൾ നിരവധിയാണ്. അതിൽ എടുത്തു പറയേണ്ടത് മോശം ഫീൽഡിംഗ് തന്നെയാണ്.